ഹലോ, ഐ എം ഡോക്ടർ ശ്രേയ. ഞാനിന്ന് ദന്ത സംരക്ഷണത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. അബൌട്ട് ഡെൻ്റൽ ഫ്ലോസ്. പല്ലുകളിൽ ഉണ്ടാവുന്ന മിക്ക കേടുകളും പല്ലുകളുടെ ഇടയിലൂടെയാണ് ഉണ്ടാകുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന റെഗുലർ ടൂത്ത് ബ്രഷ് കൊണ്ട് പല്ലിൻ്റെ ഇടയിൽ മുഴുവനായി ക്ലീൻ ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ ദിവസത്തിന് ഒരു തവണയെങ്കിലും പല്ലുകളുടെ ഇടയിൽ വൃത്തിയാക്കുന്നത് പല്ലിനും മോണയ്ക്കും അനിവാര്യമാണ്. അതുകൊണ്ടാണ് ഡെൻ്റൽ ഫ്ലോസിൻ്റെ ആവശ്യകത ഇവിടെ പ്രസക്തമാവുന്നത്. എങ്ങനെയാണ് ഫ്ലോസ് ഉപയോഗിക്കുന്നത്? ഏതാണ്ട് 30 മുതൽ 40 സെൻറ്റിമീറ്റർ നീളത്തിൽ ഫ്ലോസ് എടുത്തതിന് ശേഷം 2 കൈകളുടെയും നടുവിരലിൽ വൈൻഡ് ചെയ്യുക. ഏകദേശം 1 ഇഞ്ച് ഗ്യാപ്പ് വിട്ടതിന് ശേഷം തള്ളവിരൽ കൂട്ടി വളരെ മൃദുവായി പല്ലിൻ്റെ ഇടയിലൂടെ സൈഡ് ടു സൈഡായി ക്ലീൻ ചെയ്യുക. ടൈറ്റായി നിൽക്കുന്ന പല്ലുകളുടെ ഇടയിലേക്ക് ഫ്ലോസ് സി ഷേപ്ഡാക്കി ജെന്റിലാക്കി ക്ലീൻ ചെയ്യുക. പല്ലിൻ്റെ സർഫസ് ക്ലീൻ ചെയ്യാനായി ഫ്ലോസ് മുകളിലേക്കും താഴേക്കും മൂവ് ചെയ്യുക. ഒരു സർഫസിൻ്റെ പ്ലാക്ക് ക്ലീൻ ചെയ്തതിന് ശേഷം അടുത്ത പല്ലിലേക്കും സെയിം മൂവ്മെൻ്റായി ചെയ്യുക. ഇങ്ങനെ എല്ലാ പല്ലുകളുടെയും ഇടയിലൂടെ ക്ലീൻ ചെയ്യുക. ആദ്യമായി ഫ്ലോസിംഗ് ചെയ്യുമ്പോൾ ബ്ലീഡിംഗ് വരുന്നത് സ്വാഭാവികമാണ്. മോണരോഗങ്ങളുള്ളവർക്ക് കൂടുതലായി കാണപ്പെട്ടേക്കാം. എന്നാൽ 1 വീക്ക് കണ്ടിന്യൂസ് ആയി ഫ്ലോസിംഗ് ചെയ്താൽ ബ്ലീഡിംഗ് കുറയുന്നതാണ്. മോണരോഗങ്ങളും ദന്തരോഗങ്ങളും തുടങ്ങുന്നത് പല്ലുകളുടെ ഇടയിലൂടെയാണ്. സോ ബ്രഷിങ്ങിൻ്റെ കൂടെ തന്നെ ഡെൻ്റൽ ഫ്ലോസിംഗ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. താങ്ക് യു ഫോർ വാച്ചിങ്.